ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രേസി മീഡിയ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് വിൻസോ ആപ്പിൻ്റെ ഒരു കിഡ്ലൻ ട്രിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. അപ്പോൾ വിൻസോ ആപ്പ് എന്താണെന്ന് അറിയാത്തവരാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാകും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എന്തായാലും നിങ്ങൾ മുഴുവനായും പോയി കാണുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ വന്ന് കാണുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൽ റെഫറോ അല്ലെങ്കിൽ ഗെയിമോ ഒന്നും കളിക്കാതെ തന്നെ നമുക്ക് എങ്ങനെ നമ്മൾ ഇതിലിടുന്ന പൈസ ഡബിളാക്കി എടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇല്ലീഗലായിട്ടുള്ള മെത്തേഡൊന്നും അല്ല, ഇതിൽ ഉള്ള ഒരു മെത്തേഡ് തന്നെയാണ്. പക്ഷേ പലർക്കും ഈ ഒരു മെത്തേഡ് അറിയില്ല. ഇതെന്ന് സംബന്ധിച്ച് നമ്മൾ ഇതിൽ പലിശക്ക് ഇതിൽ പ്ലെയേഴ്സിന് നമ്മൾ കടം കൊടുക്കുകയാണ് പൈസ. അതായത് നമ്മളൊരു 5 രൂപ അവർക്ക് കടം കൊടുത്താൽ അവരത് 10 രൂപയായിട്ട് റിട്ടേൺ തരും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്നും റിട്ടേൺ തരില്ല. അത് ആർക്കാണ് റിട്ടേൺ തരിക എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെ അവർക്ക് ക്യാഷ് കൊടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ എന്തായാലും മുഴുവനായും കാണും, എന്തായാലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. അടിപൊളി ട്രിക്ക് തന്നെയാണ്. ഞാൻ ഇതിൽ വിത്ത് പ്രൂഫാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സോ നിങ്ങൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്ത് മുഴുവനെയും കാണുക. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വിൻസോയിൽ റെഫർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവേത് വീഡിയോ തുറക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തൊട്ടടുത്ത് തന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെ മണി ഏണിംഗ് റിലേറ്റഡ് ആപ്സിൻ്റെയും ട്രിക്സും ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യം ഞാൻ നിങ്ങൾക്ക് ഈ വിൻസോ ഗോൾഡ് ആപ്ലിക്കേഷനിൽ ഞാൻ അങ്ങനെ പൈസ ഡബിളാക്കുന്നു എന്നതിൻ്റെ പ്രൂഫ് കാണിച്ചു തരാം. ഞാനിപ്പോൾ വാലറ്റ് എടുത്തിട്ട് എൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കാണുന്ന 32 രൂപ ഞാൻ 2 ദിവസം മുമ്പ് നമ്മുടെ ക്യാൻഡി ഗെയിമൊക്കെ കളിച്ചിട്ട് വിഡ്രോ ചെയ്തതാണ്. ആ വീഡിയോ കണ്ടവർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം അത് നിങ്ങൾ നോക്കണ്ട, അതിൻ്റെ മുകളിലോട്ടുള്ള എമൗണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതിൽ ഞാൻ മെയ് 2-ാം തീയതി 10 രൂപ ക്യാഷ് ആഡ് ചെയ്തു. ഓക്കെ, അതിനുശേഷം മെയ് 3-ാം തീയതി രാവിലെ 11:15 2 പേർക്ക് 5-5 രൂപ വെച്ചിട്ട് കൊടുത്തു, ഗിഫ്റ്റ് ചെയ്തു. കണ്ടില്ലേ, ഗിഫ്റ്റ് ടു ഫ്രണ്ട്. അതിനുശേഷം മെയ് 3-ാം തീയതി തന്നെ 11:30, അതായത് ഒരു കാമണിക്കൂറിന് ശേഷം 11:30 പിന്നെ 11:45 ആ 2 പേര് എനിക്ക് 10 രൂപ വെച്ച് റിട്ടേൺ തന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ടോട്ടൽ ഇതിൽ 10 രൂപ ഇട്ട് 2 പേർക്ക് 5 രൂപ കൊടുത്തപ്പോൾ അവരത് ഒരു കാമണിക്കൂർ കൊണ്ട് തന്നെ അതിൻ്റെ ഡബിളാക്കിയിട്ട് എനിക്ക് തിരിച്ചു വന്നു. മനസ്സിലായില്ലേ? അപ്പം 20 രൂപയായി. മനസ്സിലായില്ലേ? ഇത് ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ ക്യാഷ് ഡബിളാക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഞാൻ ഡബിളാക്കിയത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനെയും കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും, ഇല്ലെങ്കിൽ നിങ്ങളുടെ പൈസ പോകുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അതിനുവേണ്ടി ആദ്യം നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് എടുത്തിട്ട് അതിൽ ഈ അൺപ്ലേഡ് എന്ന ഓപ്ഷനിൽ മിനിമം 10 രൂപ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, 10 രൂപയിൽ താഴെയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ക്യാഷ് ആഡ് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ആഡ് ചെയ്യുക. ഞാനൊരിക്കലും നിർബന്ധിക്കില്ല, നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല, ആഡ് ചെയ്തിട്ട് ഗെയിം കളിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പം ഇതിൽ 10 രൂപ ആഡ് ചെയ്യുന്നു. മിനിമം 10 രൂപ വെച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. Paytm വഴി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാലറ്റ് വഴിയോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വഴിയോ ഒക്കെ നിങ്ങൾക്ക് പൈസ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മിനിമം 10 രൂപ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പം 10 രൂപ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അൺപ്ലേഡിൽ ഇപ്പം 13 രൂപ ആയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം വാലറ്റിൽ തന്നെ നിങ്ങൾക്ക് താഴെയായിട്ട് ലോൺ റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾ താഴെ കാണുന്ന വ്യൂ ഓൾ റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഒരുപാട് പേര് നിങ്ങളോട് പൈസ ചോദിക്കും, ഇത്ര തന്നാൽ ഇത്ര തിരിച്ചു തരാം എന്നിട്ട് ഒരുപാട് പേര് ചോദിക്കും. ഇതിൽ നമ്മൾ ആക്സെപ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് പൈസ കൊടുക്കാം. പക്ഷേ ഈ കാണുന്ന എല്ലാവർക്കും ഒന്നും നമ്മൾ പൈസ കൊടുക്കരുത്. നിങ്ങൾക്ക് ഇവിടെ ക്രെഡിറ്റ് സ്കോർ എന്നിട്ടൊരു ഓപ്ഷൻ കാണും അവരുടെ പ്രൊഫൈലിൻ്റെ സൈഡിലായിട്ട്. ആ ക്രെഡിറ്റ് സ്കോർ ഈ പച്ച കളർ, ഇതല്ല ചുവപ്പും മഞ്ഞയും പച്ചയില്ല, ഇതിൽ പച്ച കളറിൽ ഈ സൂചി ഈ മീറ്റർ പച്ച കളറിൽ ഉള്ളതിൽ മാത്രമേ കൊടുക്കാവൂ. അതും പച്ച കളർ ഫുള്ളായിട്ട് ഉള്ളതിൽ മാത്രമേ കൊടുക്കാം. ഞാൻ കാണിച്ചു തരാം, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പം ഇതിപ്പം പച്ച കളറിൽ പകുതി ആയിട്ടേ ഉള്ളൂ. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷേ നിങ്ങൾ കൊടുക്കരുത്. നിങ്ങൾ പച്ച കളർ ഫുൾ ഉള്ളത് തന്നെ നോക്കുക. ക്രെഡിറ്റ് സ്കോർ ഒരുപാട് പേർക്ക് ഉണ്ടാവും, നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഞാനിപ്പോൾ എക്സാമ്പിൾ കാണിച്ചു തരാം. കിട്ടിപ്പോയി ഗൈസ്. പച്ച കളർ ഫുള്ള് ക്രെഡിറ്റ് സ്കോറുള്ള ഒരാൾ കിട്ടി. ഇയാൾ 5 രൂപയാണ് ചോദിക്കുന്നത്, 10 രൂപയെ തിരിച്ചു തരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ 10 രൂപ ഇയാളല്ല തിരിച്ചു തരിക. ഇയാൾ നമ്മൾ കൊടുക്കുന്ന 5 രൂപ വെച്ചിട്ട് ഗെയിം കളിച്ചിട്ട് അതിൽ കിട്ടുന്ന എമൗണ്ട് മൊത്തം നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഓക്കെ, ഇയാൾ തന്നെങ്കിൽ നമുക്ക് എന്തായാലും ആ ഒരു എമൗണ്ട് ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, ഇപ്പോൾ ഞാൻ അയാൾക്ക് 5 രൂപ കൊടുത്തു, എൻ്റെ വാലറ്റിൽ നിന്ന് ഡെബിറ്റായി. 8 രൂപ ഇപ്പം വാലറ്റിൽ അൺപ്ലേഡിൽ ബാക്കിയുള്ളൂ. ഓക്കെ, നിങ്ങളുടെ കാണാൻ സാധിക്കും, കണ്ടില്ലേ, ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ 5 രൂപ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ക്രെഡിറ്റ് സ്കോർ മാത്രം നോക്കിയിട്ട് നിങ്ങൾ കൊടുക്കരുത്. നിങ്ങൾ അയാളുടെ പ്രൊഫൈലും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. പ്രൊഫൈലിൽ ഇയാൾ എത്ര ഗെയിം കളിച്ചിട്ട് ഏൺ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണമല്ലേ. ഇയാളിപ്പോൾ ഇത്രയും ഗെയിം കളിക്കുന്നുണ്ട്, 1794 രൂപ ഏൺ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതേപോലെ നിങ്ങൾ ഈ പ്രൊഫൈലും അതേപോലെ ക്രെഡിറ്റ് സ്കോറും നോക്കിയിട്ട് നിങ്ങൾ ലോൺ കൊടുക്കുക. ഓക്കെ, ഞാൻ ഇതേപോലെ ഒരുപാട് പേർക്ക് ഇതിൽ ലോൺ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡബിളായിട്ട് എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചിലതിൽ നമുക്ക് ഡബിളായിട്ട് ഫുള്ള് കിട്ടില്ല. ചിലതിൽ അവർ കുറച്ച് ഗെയിം വെച്ചിട്ട് അതിൻ്റെ കുറച്ചായിട്ട് നമുക്ക് കിട്ടും. പക്ഷേ എന്തായാലും നമ്മൾ ഇട്ട പൈസയിൽ കൂടുതൽ എന്തായാലും എനിക്ക് ഇതിൽ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനൊരിക്കലും നിർബന്ധിക്കില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നതുകൊണ്ടാണ് ഞാനിത് നിങ്ങളൊരു ഷെയർ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇതിൽ വലിയ എമൗണ്ട് ഒന്നും ലോൺ കൊടുക്കരുത്. ആദ്യം ഇതേപോലെ 5 രൂപ ഒക്കെ ചെറിയ ചെറിയ എമൗണ്ട് നിങ്ങൾ കൊടുക്കുക. ഓക്കെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഈ ഡബിളായി കിട്ടുന്ന പ്രോഫിറ്റ് എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കില്ല. അത് നമ്മളെ വാലറ്റ് ക്യാഷ് ബാലൻസായി മാറും. അത് വെച്ച് നിങ്ങൾക്ക് സാധാരണ പോലെ ഗെയിംസ് കളിച്ചിട്ട് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ. ഞാനിപ്പോൾ ഇതിലെങ്ങനെ ക്യാഷ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ 5 രൂപ കൊടുത്തിട്ട് 10 രൂപ കിട്ടുമ്പോൾ ആ 10 രൂപ വെച്ചിട്ട് ഗെയിം കളിക്കും. എന്നിട്ട് ആ ഗെയിമിലൂടെ കിട്ടുന്ന 20 രൂപ ഞാൻ വിഡ്രോ ചെയ്തെടുക്കും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഓക്കെ. അപ്പം ഗെയിം കളിച്ചിട്ട് എങ്ങനെയാണ് ക്യാഷ് ഏൺ ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാകും, അതുവഴി നിങ്ങൾ വീഡിയോ മുഴുവനെയും കാണും. ഓക്കെ. പിന്നെ നിങ്ങളിതിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആളാണെങ്കിൽ എൻ്റെ റെഫറൽ കോഡ് അടിച്ചാൽ നിങ്ങൾക്ക് 10 രൂപ കിട്ടും. ആ 10 രൂപ വെച്ച് നിങ്ങൾക്ക് ഇതേപോലെ ഗെയിം കളിക്കാം, അതേപോലെ ലോണൊക്കെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ വിൻസോയിൽ റെഫർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ചാനൽ പുതിയാണെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. സോ അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.